ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ പിന്നീട് നോക്കാമെന്ന് ഒരു കസ്റ്റമർ പറയുന്നത് സെയിൽസിൻ്റെ അവസാനമല്ല, മറിച്ച് ശരിയായ ഒരു സെയിൽസ് പ്രോസസ്സിൻ്റെ തുടക്കമാണ്. പലപ്പോഴും കസ്റ്റമർ ഇങ്ങനെ പറയുന്നത് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് കൃത്യമായ ഒരു ഒബ്ജക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സെയിൽസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മറുപടിയാണ് ഇപ്പോൾ വേണ്ട, പിന്നീട് വിളിക്കാം, അല്ലെങ്കിൽ ആലോചിച്ചിട്ട് പറയാം. മിക്ക സെയിൽസ് പേഴ്സൺസും ഇവിടെ വെച്ച് പിന്മാറുന്നു. എന്നാൽ യഥാർത്ഥ വിജയികൾ ഈ തടസ്സത്തെ ഒരു അവസരമാക്കി മാറ്റുന്നു. ഒരു വിജയിയായ സെയിൽസ് പേഴ്സൺ ആകുവാനുള്ള പ്രായോഗിക വഴികൾ ഇനി പറയുന്നു. വീഡിയോ ശ്രദ്ധയോടെ കാണുക. 1. ഉടൻ സമ്മതിക്കുക, തർക്കിക്കരുത്. കസ്റ്റമർ ഇപ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ അവരോട് തർക്കിക്കുന്നത് വിപരീത ഫലമേ ചെയ്യൂ. പകരം അവരുടെ തീരുമാനത്തെ ബഹുമാനിക്കുക. തീർച്ചയായും സാർ, തിരക്കുള്ള സമയത്ത് ആലോചിക്കാതെ തീരുമാനമെടുക്കാത്തത് നല്ല കാര്യമാണ് എന്ന് പറയുക. ഇത് കസ്റ്റമറുടെ പ്രതിരോധം കുറയ്ക്കുകയും നിങ്ങളെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. 2. ഇപ്പോൾ വേണ്ട എന്നതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുക. ഇപ്പോൾ വേണ്ട എന്നത് ഒരു പുകമുറ മാത്രമായിരിക്കാം. അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ബജറ്റ് കുറവായതാകാം, അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ മറ്റൊരാളുടെ അനുവാദം വേണമായിരിക്കാം. അതുമല്ലെങ്കിൽ ഉൽപ്പന്നത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്തതാകാം. ഇതിനായി വളരെ വിനയത്തോടെ ഇങ്ങനെ ചോദിക്കാം: സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചത് ഇതിൻ്റെ വില കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാര്യത്തിലാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കസ്റ്റമറെ കൊണ്ട് യഥാർത്ഥ കാരണം പറയിപ്പിക്കാൻ സഹായിക്കും. 3. നഷ്ടബോധമുണ്ടാക്കുക. മനുഷ്യർക്ക് ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടത്തോടാണ് പേടി. ഇപ്പോൾ വാങ്ങാത്തതുകൊണ്ട് അവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം എന്താണെന്ന് ബോധ്യപ്പെടുത്തുക. ഉദാഹരണത്തിന്, സർ, ഇപ്പോൾ ഈ ഓഫർ ഉള്ളതുകൊണ്ട് താങ്കൾക്ക് 2000 രൂപ ലാഭിക്കാം. അടുത്ത ആഴ്ച ഇത് മാറും. അല്ലെങ്കിൽ ഈ ഫീച്ചർ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിലെ ഈ നഷ്ടം ഇപ്പോൾ തന്നെ ഒഴിവാക്കാം. 4. മൂല്യം ബോധ്യപ്പെടുത്തുക. കസ്റ്റമർ ഒരു ഉൽപ്പന്നം വാങ്ങുന്നത് അതിൻ്റെ ഫീച്ചറുകൾ കണ്ടല്ല, മറിച്ച് അതുകൊണ്ട് അവർക്ക് എന്ത് ഗുണം ലഭിക്കും എന്ന് നോക്കിയാണ്. നിങ്ങളുടെ ഉൽപ്പന്നം അവരുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനാണ് പരിഹാരം കാണുന്നത് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുക. പണത്തേക്കാൾ കൂടുതൽ മൂല്യം അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പു നൽകുക. 5. തുടർച്ചയായ ഫോളോ അപ്പ്. പല സെയിൽസ് നടക്കുന്നത് 5-ാമത്തെയോ 6-ാമത്തെയോ ഫോളോ അപ്പിലാണ്. കസ്റ്റമർ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ അവരെ വീണ്ടും ബന്ധപ്പെടുക. എന്നാൽ ഇത് അവരെ ശല്യപ്പെടുത്തുന്ന രീതിയിലാകരുത്. പകരം പുതിയ വിവരങ്ങളോ അറിവുകളോ പങ്കുവെച്ചുകൊണ്ട് അവരുമായി ഒരു ബന്ധം നിലനിർത്തുക. 6. തീരുമാനമെടുക്കുന്നത് എളുപ്പമാക്കുക. മുഴുവൻ തുകയും നൽകി ഇപ്പോൾ തന്നെ വാങ്ങണം എന്ന് നിർബന്ധിക്കാതെ ഒരു ചെറിയ ചുവട് വയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുക. സർ, ഇപ്പോൾ വാങ്ങേണ്ട, നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോ കൂടി നോക്കിയാലോ? അല്ലെങ്കിൽ ഒരു ചെറിയ അഡ്വാൻസ് നൽകി ഈ ഓഫർ ബുക്ക് ചെയ്തു വെച്ചാലോ? ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അതേകൾ വലിയ സെയിൽസിലേക്ക് നയിക്കും. ചുരുക്കത്തിൽ, ഒരു കസ്റ്റമർ ഇപ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരിക്കലും വേണ്ട എന്നല്ല, മറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നാണ്. ക്ഷമയോടെ അവരെ കേൾക്കാനും അവരുടെ സംശയങ്ങൾ തീർക്കാനും തയ്യാറായാൽ ഏതൊരു നോ എന്ന മറുപടിയെയും യെസ് എന്നാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ എങ്ങനെ? ഇനി ഇപ്പോൾ വേണ്ട എന്ന് പറയുന്ന കസ്റ്റമറിൽ നിന്നും നിങ്ങൾക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ സാധിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.